എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു മോര് കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇതിലേക്കൊരു 5 തൈര് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് മുളക് കൊണ്ടാട്ടം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റാം. തൈര് മുളകെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു 9 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 9ഓ 10ഓ ആകാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നില്ല, തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബ്രൗൺ കളർ ആകാനായിട്ടൊന്നും നിൽക്കണ്ട, ഇതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അങ്ങനെ ഉള്ളിയും എല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഓയിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇത് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് വറ്റൽ മുളകും തൈര് മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ തൈര് മുളകിനൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പം നല്ല കട്ട തൈരാണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല തിക്കായിട്ടുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിളയ്ക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് മുളകും ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. അരഞ്ഞു പോകാൻ പാടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. നമ്മുടെ സാധാരണ മോര് കറിയേക്കാൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ അരച്ചൊന്നും ബുദ്ധിമുട്ടണ്ട. ഇതുപോലെ നമ്മുടെ തൈര് മുളക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു മോര് കറി തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്